ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിനായുള്ള പടയൊരുക്കത്തിലേക്ക് ഇതിനോടകം ടീമുകളെല്ലാം കടന്നുകഴിഞ്ഞു. പാകിസ്ഥാനാണ് ടൂർണമെന്റിന് ആതിഥേയരാവുന്നത്. പാകിസ്ഥാനിൽ കളിക്കില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യക്കായി വേദി ശ്രീലങ്കയിലേക്കോ ദുബായിലേക്കോ മാറ്റാനാണ് സാധ്യത. ഏകദിന ഫോർമാറ്റിൽ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ടൂർണമെന്റാണ്. ഗൗതം ഗംഭീർ മുഖ്യ പരിശീലകനായ ശേഷം ഇന്ത്യ കളിക്കുന്ന ആദ്യത്തെ ICC ട്രോഫിയാണിത്. ശ്രീലങ്കയ്ക്കെതിരായ 3 മത്സര ഏകദിന പരമ്പര തോറ്റ ക്ഷീണം ഇന്ത്യയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചാമ്പ്യൻസ് ട്രോഫി കിരീടം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് 3 മത്സരങ്ങൾ അടങ്ങിയ ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയാണ് ഇന്ത്യ ആകെ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെലക്ടർമാരുടെ ശ്രദ്ധ നേടാൻ അധികം അവസരം താരങ്ങൾക്ക് മുന്നിലില്ലതാനും. സഞ്ജു സാംസണെ സംബന്ധിച്ച് ചാമ്പ്യൻസ് ട്രോഫി കളിക്കുകയെന്നത് വളരെ കടുപ്പമാണ്. ദക്ഷിണാഫ്രിക്കയിൽ ഏകദിന സെഞ്ചുറി അടക്കം നേടാൻ സഞ്ജുവിനായെങ്കിലും ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ നിന്ന് സഞ്ജു തഴയപ്പെട്ടിരുന്നു. 2020 പരമ്പരയിൽ അവസരം ലഭിച്ചപ്പോൾ 2 മത്സരത്തിലും സഞ്ജു ഡെക്കാവുകയും ചെയ്തു. ഇനി ഏകദിന ടീമിലേക്ക് മടങ്ങിയെത്തുക സഞ്ജുവിനെ സംബന്ധിച്ച് വളരെ പ്രയാസമാണെന്നതാണ് വസ്തുത. എന്നാൽ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് സെലക്ടർമാരുടെ ശ്രദ്ധ നേടിയെടുക്കാൻ സഞ്ജുവിന് ചില കാര്യങ്ങൾ ചെയ്യാനാകും. ഇത് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ കാര്യം ദുലീപ് ട്രോഫിയിൽ കളിക്കുകയെന്നതാണ്. സെപ്റ്റംബർ 5 മുതൽ 24 വരെ നടക്കുന്ന ദുലീപ് ട്രോഫിയിൽ കളിച്ച് മികവ് കാട്ടിയാൽ സഞ്ജുവിനെ ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിച്ചേക്കും. ശരാശരി പ്രകടനം നടത്തിയിട്ട് കാര്യമില്ല, വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കുന്ന പ്രകടനം തന്നെ കാഴ്ചവെക്കണം. മാച്ച് വിന്നിംഗ് പ്രകടനം നടത്താൻ സഞ്ജുവിന് സാധിക്കേണ്ടതായുണ്ട്. 2ാം വിക്കറ്റ് കീപ്പർ സ്ഥാനം ഇപ്പോഴും ഒഴിഞ്ഞുകിടക്കുകയാണ്. ഈ സ്ഥാനത്തേക്ക് സഞ്ജുവിന് തിരിച്ചെത്താൻ ദുലീപ് ട്രോഫിയിലെ പ്രകടനം വളരെ നിർണായകമാകും. രണ്ടാമതായി കേരളത്തിന്റെ നായകനെന്ന നിലയിൽ മികവ് കാട്ടണം. സഞ്ജു പൊതുവെ ആഭ്യന്തര ക്രിക്കറ്റ് കുറവാണ് കളിക്കുന്നത്. എന്നാൽ വരുന്ന രഞ്ജി ട്രോഫിയിലും വിജയ് ഹസാരെ ട്രോഫിയിലും കേരളത്തെ സഞ്ജു നയിക്കണം. ടീമിനെ മുന്നിൽ നിന്ന് നയിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും മികച്ച ഫലത്തിലേക്ക് എത്തിക്കുകയും ചെയ്താൽ സഞ്ജുവിനെ ഇന്ത്യൻ സെലക്ടർമാർ വീണ്ടും പരിഗണിച്ചേക്കും. നായകൻ എന്ന നിലയിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മൂന്നാമത്തെ കാര്യം സ്പിന്നർമാർക്കെതിരായ പ്രകടനം മെച്ചപ്പെടുത്തണം. IPL-ൽ സ്പിന്നർമാർക്കെതിരെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ബാറ്റ്സ്മാൻമാരിൽ ഒരാളാണ് സഞ്ജു. എന്നാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സ്പിന്നർമാർക്കെതിരെ സഞ്ജുവിന്റെ മുട്ടിടിക്കും. സ്പിൻ സൗഹൃദ പിച്ചുകളിലെ സഞ്ജുവിന്റെ പ്രകടനം നിരാശപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ചീത്തപ്പേര് സഞ്ജു മാറ്റേണ്ടതായുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് വേദി മാറ്റി ശ്രീലങ്കയിലേക്കോ ദുബായിലേക്കോ ചാമ്പ്യൻസ് ട്രോഫി വന്നാൽ പിച്ച് സ്പിന്നിന് പിന്തുണ നൽകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ സ്പിന്നിനെ നന്നായി കളിക്കുന്നവരെയാകും ഇന്ത്യ തിരഞ്ഞെടുക്കുക. ഇക്കാരണത്താൽ തന്നെ സ്പിന്നിനെതിരായ പ്രകടനം മെച്ചപ്പെടുത്താതെ സഞ്ജുവിന് ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്താനാവില്ല. വരുന്ന ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെന്റുകളെ പരമാവധി പ്രയോജനപ്പെടുത്താൻ സഞ്ജുവിന് സാധിക്കും. ബംഗ്ലാദേശിനെതിരായ 2020 പരമ്പരയിൽ സഞ്ജുവിന് വിളി ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദുലീപ് ട്രോഫിയിൽ തിളങ്ങുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം.